പൊന്നാനി ഫിഷർമാൻ ഭവന സമുച്ചയത്തിലെ കുടിവെള്ളത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാക്കുതർക്കം. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. പൊന്നാനി ഫിഷർമാൻ ഭവന സമുച്ചയത്തിൽ കുടിവെള്ളത്തിന് ഭീമമായ തുക നൽകാൻ ഫ്ളാറ്റ് ഉടമകൾക്ക് നോട്ടീസ് ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് വാക്കുതർക്കമുണ്ടായത്. 2024 വരെയുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തിന്റെ ബില്ലടക്കാൻ ഫിഷറീസ് വകുപ്പ് തയ്യാറായെങ്കിലും 2024 ഏപ്രിൽ മുതൽ ഇതുവരെയുള്ള വലിയ ബില്ല് അടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഫ്ളാറ്റ് ഉടമകൾ. ഇവർക്ക് കുടിവെള്ളത്തിന് സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. BPL കാർഡുള്ള ആളുകൾക്ക് 500 ലിറ്റർ പ്രതിദിനം ഫ്രീ വെള്ളം കിട്ടും. BPL കാർഡുള്ള കുടുംബങ്ങൾക്ക് ഒരു മാസം 15,000 ലിറ്റർ വെള്ളം വരെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ഇവർക്ക് കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഒന്നും പകരം വെള്ളം ഇല്ലാത്തത് കാരണം മുഴുവൻ വെള്ളം ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് കാരണം ഈ 500 ലിറ്റർ പ്രതിദിന ഫ്രീ എന്ന കപ്പാസിറ്റിയിൽ അവർ നിൽക്കാത്തത് കൊണ്ട് വലിയ ബില്ലാണ് വരുന്നത്. ഒരു ആള് പോലും വരുമാനമില്ലാത്ത, ഒരാള് പോലും ഇല്ലാത്ത വീടുകൾ അതിനകത്തുണ്ട്. രോഗികളായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർക്ക് ഈ ബില്ല് അടക്കാൻ കഴിയുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോടും സെക്രട്ടറിയോടും ഈ വിഷയം സംസാരിച്ചിരുന്നു. എന്നാൽ MLAയുടെ നേതൃത്വത്തിൽ ബില്ലടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭരണസമിതി അറിയിച്ചു. ഫിഷറീസ് നഗരസഭയിലേക്ക് കത്തയച്ചു, നഗരസഭ ഫിഷറീസിലേക്ക് കത്തയച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കുകയല്ലാതെ അതിനൊരു പരിഹാരവും ഇല്ലാതിരുന്ന സമയത്താണ് പൊന്നാനിയുടെ പ്രിയങ്കരനായ MLA നന്ദേട്ടൻ ഇടപെട്ടുകൊണ്ട് 11 ലക്ഷം രൂപ എന്നതിൽ നിന്ന് 4.5 ലക്ഷം രൂപ അടവാക്കുകയും ബാക്കി അടക്കാൻ ഉള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുവേണ്ടുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ നഗരസഭയ്ക്ക് കത്തയച്ചിട്ടുള്ളത്. ഒരു കാര്യം പറയാം, ഒരു തർക്കവും വേണ്ട. ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായി ഒരാൾക്കും അവിടെ കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല.